അസ്സലാമലൈക്കും നമസ്കാരം വെൽക്കം ടു ജസ്നാസ് കുക്കിംഗ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്യാരറ്റ് കീറിൻ്റെതാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ക്യാരറ്റ് കീർ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു വലിയ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ക്യാരറ്റാണെന്നുണ്ടെങ്കിൽ 2 എടുക്കാം. അത് നന്നായിട്ട് തൊലിയെല്ലാം കളഞ്ഞ് കട്ട് ചെയ്ത് കഴുകി വെച്ചിട്ടുള്ള ക്യാരറ്റാണ്. ഇത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ക്യാരറ്റ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 250 ml കപ്പിന് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ക്യാരറ്റ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചാൽ മതി. ഇനി ഇത് നന്നായിട്ട് ഒരു 2 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കണം. പിന്നെ വേണ്ടത് പാലാണ്. 500 ml പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ക്യാരറ്റ് വേവുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് പാലും തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ പാലെല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ചവ്വരിയാണ്, സാഗോ സീഡ്. ഞാനിപ്പോൾ 250 ml കപ്പിന് 1/2 കപ്പ് ചെറിയ സാഗോ സീഡാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് കഴുകിയിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ചെറിയ ചവ്വരിയാണെങ്കിൽ കീറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ ചവ്വരിയെല്ലാം നന്നായിട്ട് കഴുകിയിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വേവിക്കുമ്പോൾ അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ചവരിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റോളം നമ്മൾ തിളപ്പിച്ചെടുത്താൽ മതി. ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ചധികം വെള്ളം, നമ്മൾ നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുക്കണം. ചൂടുള്ള വെള്ളമല്ല, പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതിൽ ഈ ചവരിയുടെ ഈ പശുപശപ്പ് പോകാൻ വേണ്ടിയിട്ടാണ് കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ഇതിൽ വെള്ളമെല്ലാം കളഞ്ഞിട്ട് ഒന്ന് അരിച്ചെടുക്കാം. ചവരിയിലുള്ള വെള്ളമെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. നല്ല കറക്റ്റ് വേവായിട്ട് കിട്ടിയിട്ടുണ്ട് ചവരി. നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് നേരത്തെ വേവിക്കാൻ വെച്ച ക്യാരറ്റ് ഇതാ നല്ല കറക്റ്റ് വേവായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇതൊന്ന് ചൂടാറിയ ശേഷം നമുക്ക് മിക്സിയിൽ കുറച്ച് പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് ചൂടാറട്ടെ. ഇപ്പോൾ ക്യാരറ്റ് ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ക്യാരറ്റ് വേവിച്ച വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഉണ്ടാവുള്ളൂ, അതുകൂടെ അതിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ തിളപ്പിച്ചെടുത്ത പാലിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഈ ക്യാരറ്റ് ഒന്ന് അരച്ചെടുക്കാൻ വേണ്ട പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 5 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ മിൽക്ക് മെയ്ഡ് 5 ടേബിൾ സ്പൂണാണ് ചേർത്തത്. മിൽക്ക് മെയ്ഡ് നമ്മളൊരു 1/2 ടീനോളം ചേർക്കുകയാണെങ്കിൽ പഞ്ചസാര ചേർക്കണ്ട. ഇനി ഇതെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചവ്വരി ചേർത്ത് കൊടുക്കാം. ഇത് മൊത്തത്തിൽ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ട് ഇതിലങ്ങോട്ട് മിക്സ് ആക്കാം. കട്ടയെല്ലാം ഒന്ന് ഉടച്ചെടുക്കാം. ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കി കൊടുത്തിട്ട് കട്ടയെല്ലാം ഉടച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് നേരത്തെ തിളപ്പിച്ചെടുത്ത പാലിൻ്റെ ബാക്കി മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ ബാക്കിയുള്ള പാലെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക ഇതുപോലെ. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് കീർ ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പിസ്ത ഒക്കെ ഒന്ന് കടിക്കാനായിട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ മധുരമൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പം ഞാൻ ഈ ക്യാരറ്റ് കീർ ഒരു സെർവിങ് ബൗളിലേക്കും അതുപോലെ ഒരു ഗ്ലാസ്സിലേക്കും ഒഴിച്ചിട്ട് അതിൻ്റെ മേലെ കുറച്ച് പിസ്ത കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ പിസ്ത ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അത് നമുക്ക് തണുപ്പിച്ചും കഴിക്കാം, അല്ലാതെ തണുപ്പില്ലാതെയും കുടിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.